പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൽ പ്രവർത്തിച്ച, യേശുവിൽ നിന്ന് പ്രവഹിച്ച, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 17-19 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-7 അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം വളരെ സമ്യക്കായി അവതരിപ്പിക്കുന്നതാണ് മലയിലെ പ്രസംഗം. അതിന് സമാന്തരമായി ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രസംഗം കാണും. അതിന് സമതലത്തിലെ പ്രസംഗം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ച യേശു 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കാനായി ഒരു വലിയ ജനക്കൂട്ടം അവിടെ സമ്മേളിച്ചിരുന്നു. വിദൂരത്തുനിന്ന് പോലും വന്ന ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് യേശുവിൽ നിന്ന് പ്രവഹിച്ച ശക്തിയാണ്. അവിടുത്തെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടിയാണ് ആൾക്കാർ വന്നിരുന്നത്. അവനെ ഒന്ന് കാണാൻ, അവനെ ഒന്ന് സ്പർശിക്കാൻ ആൾക്കാർ ആഗ്രഹിച്ചു. കാരണം അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ച് അവരെയെല്ലാം സുഖപ്പെടുത്തിയിരുന്നു. രോഗശാന്തി ശുശ്രൂഷയും വചനപ്രഘോഷണവും ഒരുമിച്ച് പോകുന്നത് ഇന്ന് പതിവാണ്. യേശുവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതായിരുന്നു അത്. യേശുവിൽ നിന്ന് പ്രവഹിച്ച സൗഖ്യദായകമായ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കൊർണേലിയസിൻ്റെ വീട്ടിൽ വെച്ച് പ്രസംഗിക്കുന്ന പത്രോസ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തു ദൈവമെന്ന്. ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ച അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ദൃശ്യമായ രൂപത്തിൽ എഴുന്നള്ളി വന്നത്. ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട യേശു ആ ആത്മാവിന് ശക്തിയോടുകൂടിയാണ് മരുഭൂമിയിലേക്ക് പോയത്, സാത്താനെ പരാജയപ്പെടുത്തിയത്. ആ ആത്മാവിന് ശക്തിയോടുകൂടിയാണ് നസ്രത്തിലേക്കൊന്ന് സുവിശേഷം പ്രസംഗിച്ചത്. ആ ശക്തിയാണ് എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. യേശുവിൻ്റെ ഈ ശക്തി ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് ശക്തി പ്രാവർത്തികമാക്കാൻ, പ്രകടമാക്കാൻ സഹായിച്ചതും. വിശ്വാസത്തോടുകൂടി അവനെ സ്പർശിച്ചവർക്കെല്ലാം സൗഖ്യം ലഭിച്ചു. കുഷ്ഠരോഗി വന്നു, വിശ്വാസത്തോടെയാണ് ഏറ്റുപറഞ്ഞത്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ തനിക്കുള്ളതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തിയിട്ടും സുഖപ്പെടാതിരുന്ന ആ വ്യക്തി പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും. വിശ്വാസത്തോടുകൂടി അവൾ സ്പർശിച്ചു. യേശു പറഞ്ഞു, ഇതിന് ശക്തി പ്രവഹിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. കുരുടന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു കാഴ്ചയ്ക്ക് വേണ്ടി ചോദിച്ചു. യേശു ചോദിച്ചു, ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, അവർ പറഞ്ഞു. ഈ വിശ്വാസമാണ് അത്ഭുതങ്ങളിലേക്ക്, രോഗശാന്തിയിലേക്ക് നയിച്ചത്. പിശാചുബാധിതനായ ബാലൻ്റെ പിതാവ് ഇവിടെ ഒരു മാതൃകയായിത്തീരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് യേശു അവനെ ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ പിതാവിന് മറുപടി ഇതായിരുന്നു, കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണം. നമുക്കും ഇതുതന്നെ പറയാം. പക്ഷേ നമ്മുടെ വിശ്വാസം ദുർബലമായിരിക്കാം. ഈ അവിശ്വാസത്തെ പരിഹരിച്ച് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണം, വിശ്വസിക്കാൻ എന്നെ സഹായിക്കണം എന്ന് നമുക്ക് ഏറ്റു പറയാം. വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. ഏതാവശ്യവും അവിടുന്ന് നിർവഹിച്ചു തരും. ആമേൻ.